ദേശീയപാത 544-ൽ പ്രത്യേകിച്ച് പാലക്കാട് തൃശൂർ മേഖലയിൽ യാത്ര ചെയ്യുന്ന ലോറികളും ചരക്ക് വാഹനങ്ങളും ആശങ്കയോടെ സമീപിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. രാത്രികാലങ്ങളിലെ ഡീസൽ മോഷണം. ഈയിടെ വടക്കാഞ്ചേരി പോലീസ് അതിസാഹസികമായി പിടികൂടിയ ഉത്തർപ്രദേശ് സ്വദേശികളായ 5-അംഗ സംഘം ദേശീയപാതയോരത്തെ ഈ ഭീതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ ചരക്കു ഗതാഗത മേഖലയ്ക്ക് നേരെയുള്ള കടുത്ത ഭീഷണിയുടെയും കുറ്റകൃത്യങ്ങളുടെയും രീതിശാസ്ത്രത്തിലുണ്ടായ പരിഷ്കരണത്തിന്റെയും സൂചനയാണിത്. കഴിഞ്ഞ ഒരാഴ്ചയായി ദേശീയപാതയിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷ്ടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് വടക്കാഞ്ചേരി പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ പുലർച്ചെ ഏകദേശം 1 മണിയോടെ തമിഴ്നാട്ടിൽ നിന്നും വാളയാർ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ച ഡീസൽ മോഷ്ടാക്കളുടെ ലോറിയെക്കുറിച്ചുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു. മംഗലം പാലത്തിന് സമീപം വെച്ച് വടക്കാഞ്ചേരി പോലീസ് സംഘം മോഷ്ടാക്കൾ സഞ്ചരിച്ച ലോറി തടയാൻ ശ്രമിച്ചു. എന്നാൽ പ്രതികൾ പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് അതിവേഗത്തിൽ മുന്നോട്ട് പാഞ്ഞു. ഇവിടെ നിന്നാണ് ഏകദേശം 20 കിലോമീറ്ററോളം നീണ്ട ഒരു ആക്ഷൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സാഹസികമായ പിന്തുടരൽ ആരംഭിക്കുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് പോലീസ് ജീപ്പ് കുറുകെയിട്ട് ലോറി തടയാനുള്ള ധീരമായ ശ്രമം നടത്തി. എന്നാൽ നിയമത്തെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികൾ പോലീസ് ജീപ്പിലേക്ക് ലോറി ഇടിച്ചു കയറ്റി. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് തെറിച്ചു മാറിയെങ്കിലും ലോറി നിർത്താതെ മുന്നോട്ട് കുതിച്ചു. ഈ സംഭവം പോലീസുകാരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നതായിരുന്നു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ടോൾ പ്ലാസയുടെ സുരക്ഷാ ബാരിയർ പോലും ലോറി ഇടിച്ചു തകർത്തു. ഈ വേളയിൽ മോഷണ സംഘത്തിന്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് സംസ്ഥാനം കടക്കുക എന്നതായിരുന്നു എന്നും വ്യക്തമാണ്. വിവരമറിഞ്ഞ ഹൈവേ പോലീസിന്റെ സഹായത്തോടെ വടക്കാഞ്ചേരി പോലീസ് സംഘം ലോറിയെ പിന്തുടർന്നു. പുലർച്ചെ ഏകദേശം 2 മണിയോടെ വാണിയമ്പറയ്ക്ക് സമീപം വെച്ച് ലോറിയെ വളയാൻ പോലീസിന് കഴിഞ്ഞു. പിടിയിലാവുമെന്ന് ഉറപ്പായതോടെ ഡ്രൈവർ അടക്കമുള്ള പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ SI-മാരായ ശ്രീധരൻ, അബ്ബാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉക്കാഷ്, ഹോം ഗാർഡൻ അഫ്സൽ എന്നിവരടങ്ങിയ പോലീസ് സംഘം തളരാതെ പിന്നാലെ പാഞ്ഞു ഉത്തർപ്രദേശ് സ്വദേശികളായ ആസിഫ് മുഹമ്മദ് ഷബാസ്, കാമിൽ സലീം, സറഫ്രാജ് എന്നിവരെ സാഹസികമായി കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. ഈ സംഘത്തിന്റെ പ്രവർത്തന രീതിയും ലോറിയിൽ കണ്ടെത്തിയ സംവിധാനങ്ങളും പ്രൊഫഷണൽ രീതിയിലുള്ള മോഷണമാണ് നടന്നിരുന്നതെന്നും തെളിയിക്കുന്നു. പ്രതികൾ സഞ്ചരിച്ച ലോറിയുടെ വലത്തുഭാഗത്തായി പുറമെ നിന്ന് നോക്കിയാൽ തിരിച്ചറിയാത്ത രീതിയിൽ 1200 ലിറ്റർ സംഭരണശേഷിയുള്ള പ്രത്യേക അറ സജ്ജീകരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇത് ഒരാഴ്ചത്തെ ഡീസൽ മോഷണത്തിന് ശേഷം ഒറ്റയടിക്ക് കടത്താൻ ലക്ഷ്യമിട്ടതായിരുന്നു. ഡീസൽ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റ്, ഹോസുകൾ, ഇന്ധനം വലിച്ചെടുക്കാനുള്ള പ്രത്യേക ഉപകരണങ്ങൾ എന്നിവയും ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തു. കൂടാതെ പ്രതിരോധത്തിനായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള കൊടുവാൾ, കത്തികൾ, ഇരുമ്പ് ദണ്ട് തുടങ്ങിയ മാരക ആയുധങ്ങളും ലോറിയിലുണ്ടായിരുന്നു. ദേശീയപാതയോരത്ത് രാത്രി വിശ്രമത്തിനായി നിർത്തിയിട്ടിരുന്ന ലോറികളിലെ ഡ്രൈവർമാർ ഉറങ്ങുന്ന സമയം നോക്കിയാണ് ഇവർ കൃത്യം നടത്തിയിരുന്നത്. ടാങ്കിൽ നിന്നും അതിവേഗം ഡീസൽ ഊറ്റിയെടുക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ പമ്പാണ് ഉപയോഗിച്ചത്. ഇത് ഒറ്റ രാത്രി കൊണ്ട് നിരവധി വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷ്ടിക്കാൻ അവരെ സഹായിച്ചു. പ്രതികൾ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇവർ സ്ഥിരമായി വിവിധ സംസ്ഥാനങ്ങളിലെ ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘമാണോ എന്നും മോഷ്ടിച്ച ഇന്ധനം എവിടെയാണ് വിതരണം ചെയ്തതെന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഈ മോഷണ സംഭവങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഡീസൽ വില വർദ്ധിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരക്ക് ലോറികളിലെ ഇന്ധനം മോഷ്ടിക്കപ്പെടുന്നത് ലോറി ഉടമകൾക്കും ഡ്രൈവർമാർക്കും കനത്ത നഷ്ടമുണ്ടാക്കുന്നു. ഇത് ചരക്കു ഗതാഗതത്തിന്റെ ചെലവ് വർദ്ധിപ്പിക്കാനും അതുവഴി ആവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. മോഷണ ശ്രമങ്ങൾ പ്രതിരോധിക്കുന്നതിനിടയിൽ ഡ്രൈവർമാർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇത് രാത്രികാലങ്ങളിൽ ലോറി നിർത്തി വിശ്രമിക്കാൻ പോലും ഡ്രൈവർമാർ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. മോഷണ സംഘത്തിന് മറ്റ് ക്രിമിനൽ സംഘങ്ങളുമായോ ദേശീയപാത കേന്ദ്രീകരിച്ച് വീടുകളിൽ മോഷണം നടത്തുന്ന സംഘങ്ങളുമായോ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി പോലീസിന്റെ ഈ സാഹസികമായ നടപടിയും അഭിനന്ദനാർഹമാണ്. എന്നാൽ ദേശീയപാതയിലെ ഡീസൽ മോഷണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിരവധി നടപടികളും ആവശ്യമാണ്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പോലീസുമായി ചേർന്ന് ദേശീയപാതകളിൽ പെട്രോളിംഗ് ശക്തമാക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുക. ലോറി ടാങ്കുകളിൽ പ്രത്യേക ലോക്കുകൾ, GPS ട്രാക്കറുകൾ, ഫ്യൂവൽ സെൻസറുകൾ എന്നിവ സ്ഥാപിക്കാൻ വാഹന ഉടമകളെ പ്രോത്സാഹിപ്പിക്കുക. സുരക്ഷ ഉറപ്പുവരുത്തിയ പെട്രോൾ പമ്പുകളിലോ പ്രത്യേകം സജ്ജമാക്കിയ ലോറി പാർക്കിംഗ് കേന്ദ്രങ്ങളിലോ മാത്രം രാത്രി വിശ്രമത്തിന് അനുമതി നൽകുക. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് ടോൾ പ്ലാസകൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, ജനവാസം കുറഞ്ഞ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുക. ചുരുക്കത്തിൽ ഡീസൽ മോഷ്ടാക്കളെ പിടികൂടിയ സംഭവം പോലീസിന്റെ ജാഗ്രതയും ധീരതയും എടുത്തു കാണിക്കുന്നു. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസും ചരക്ക് ഗതാഗത മേഖലയും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്.